ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നല്ല അടിയിൽ കേരയുടെ തലയാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മേടിച്ചിട്ടുള്ള തലയാണ്. ഒരു 2-2.5 കിലോ ഉണ്ടാവും കേട്ടോ. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, ഒരു ചട്ടി വയ്ക്കുക. ഞാൻ ചട്ടിയിൽ ഉണ്ടാക്കണം മീൻകറി. പിന്നെ ചട്ടി വയ്ക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ വെളിച്ചെണ്ണ ചൂടായ കടുക് ഇടുക. പിന്നെ ലേശം ഉലുവ ഇടുക. കടുകൊന്ന് പൊട്ടുമ്പോൾ പൊട്ടി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു ഉലുവ കരിഞ്ഞ് കിട്ടും. ഇപ്പം കടുക് പൊട്ടി കഴിഞ്ഞ് ഉലുവയുടെ ഓക്കെ, കുറച്ച് ഉലുവ ഇട്ടുണ്ട്. ഉലുവ ഞാൻ കുറച്ച് നേരത്തെ ഇട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ഉലുവ ഇട്ടാണ്. ആ ഉലുവ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അതിലെന്തൊക്കെ ഇനി വേണ്ടത് പറഞ്ഞുതരാം. ചുവന്നുള്ളി, കുറച്ച് ചുവന്നുള്ളി, 2 ഉണ്ട നമ്മുടെ എന്താ പറയുക വെളുത്തുള്ളി, ഇഞ്ചി, സബോള എല്ലാം കൂടി ഇടുക. വെളുത്തുള്ളി 2 ഉണ്ട വെളുത്തുള്ളി, ഒരു 2 കുഞ്ഞ് സബോള, ഒരു 4-5 ചുവന്നുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് അതിൽ കുറച്ച് കറിവേപ്പില നിങ്ങൾക്ക് എണ്ണയിലേക്ക് ഡയറക്റ്റ് ഇടാം. പക്ഷെ അത് ഇട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ അത് കരിഞ്ഞു പോകും. കാരണം ഈ മസാല കായി വരുമ്പോഴത്തേക്കും കറിവേപ്പില കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതെല്ലാം ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ കറിവേപ്പില ഇട്ടാൽ മതി. നന്നായി ഇത് ഇളക്കുന്നത് റയാനാണ്, നമ്മുടെ മോനാണ് ഇളക്കുന്നത്. അവന് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യാൻ വരാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ അവനാണ് ഇളക്കണത്. പിന്നെ കേരയുടെ തല ഉണ്ടാവും. 2 കിലോ കഷ്ടുണ്ടാവും. 2 കിലോൻ്റെ മുകളിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞത്. കുറച്ച് കറിവേപ്പില, കുറച്ച് നമ്മുടെ ഗ്രീൻ ചില്ലി, പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് കേരയുടെ തല മാത്രമല്ല, ഏട്ടത്തല അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. എനിക്ക് കേരയുടെ തല കിട്ടിയപ്പോൾ ഞാൻ കേരയുടെ തല ചെയ്യുന്നുള്ളൂ. അത് കട്ട് ചെയ്ത് നല്ല പീസാക്കി മേടിച്ച് അതിൻ്റെ കുറച്ച് പോർഷനേ വെക്കണുള്ളൂ. കുറച്ച് പോർഷൻ പിന്നെ ഞാൻ വെക്കണുള്ളൂ. അപ്പോൾ കട്ട് ചെയ്ത് 2 കവറാക്കിയിട്ട് മേടിച്ചു. അതിലൊരു കവറ് ഇന്ന് സെറ്റ് ചെയ്യും, ഒരെണ്ണം പിന്നെ സെറ്റ് ചെയ്യും. ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. സബോള അത്യാവശ്യം വഴറ്റി വരുന്നുണ്ട്. നന്നായിട്ട് വഴറ്റണം, എന്നാലും അല്ലെങ്കിൽ സബോള ഇങ്ങനെ കറിയിൽ ഇങ്ങനെ പൊന്തിക്കെടുക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ട് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതേപോലെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂട്ടി അതിൽ കെട്ടുന്ന നന്നായി വഴറ്റി വറ്റാണ്ട് നല്ല രസമായിട്ട് വഴറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള മസാല എന്താണെന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. ചിലർക്ക് ഫിഷ് മസാല പൊട്ടിച്ചിട്ടാൽ കുഴപ്പമൊന്നുമില്ല. അതിൽ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയും കൂട്ടിയിട്ടാൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ നാച്ചുറലായിട്ട് ഉണ്ടാക്കും. ഞാൻ മല്ലിപ്പൊടിയും മറ്റേ ഫിഷ് മസാല എടുക്കാറില്ല. കറികൾക്ക് ഉപയോഗിക്കാറുണ്ട്. തലയിൽ ഞാൻ തലക്കറി വയ്ക്കുമ്പോൾ ഞാൻ സാധാരണ നോർമൽ ചെയ്യാറ്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക, പിന്നെ മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടി ഇടാം. നമുക്ക് ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ. ഓക്കെ, പിന്നെ കാശ്മീരി മുളക്. എനിക്ക് എരിവ് അത്ര വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതും ഇടുക. ഒരു 3 എരിവ് അത്ര അധികം ഇഷ്ടമുള്ളവർക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ മറ്റേ കാശ്മീരി മുളക് കിട്ടാൻ കുഴപ്പമില്ല. ഇതിലേക്കല്ല കായം ചേർക്കുന്നുണ്ട്.
അത് ഞാൻ ഓൾറെഡി ചേർത്തു. പിന്നെ ഉലുവപ്പൊടി അത് ഞാൻ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് വീഡിയോ എടുക്കാൻ മറന്നു, അതുകൊണ്ട് ഞാൻ കാണിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മസാല. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് മസാല ഇടുമ്പോൾ അത് കരിഞ്ഞു പോകുന്നു, അതൊരു സുഖമില്ല. ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് എന്നിട്ട് നമുക്ക് ഇടുമ്പോൾ ഒറ്റയടിക്ക് നമുക്കത് വഴറ്റിയെടുക്കാം. അതേമാതിരി ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് വേണമെന്ന് ഞാൻ മീൻകറി വെക്കുമ്പോൾ ഞാൻ ഇതിരിക്കുന്നല്ല, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് പേസ്റ്റ് മാതിരി ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്യാറ്. ഇത് തലക്കറിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഡയറക്റ്റ് തട്ടാണ്. പിന്നെ എരിവൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്തോട്ടാ. എനിക്ക് എരിവ് അത്രയും താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇടണുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് മുളക് പൊടി കൂടുതലിടാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ ഫിഷ് മസാല ഇടാം, അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് വരും. എനിക്ക് ഫിഷ് മസാല കറികൾക്ക് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ നമ്മുടെ സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് അസലായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നാച്ചുറലായിട്ട് തന്നെ വഴറ്റി വന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് എന്താ പറയുക, ചെറിയ ഉപ്പൊക്കെ ഇട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കും. അത് വേണ്ട, നോർമൽ ലെവലിന് വഴറ്റി വന്നാൽ മതി. ഞാൻ അതിലേക്ക് മസാല ആഡ് ചെയ്തു, നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ശരിക്കും ഇതിൻ്റെ നന്നായിട്ട് ഇതിൻ്റെ മസാലക്കൊരു പച്ചക്കുതിര മുളക് പൊടിയുടെയും ആ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഇതിൻ്റെ എല്ലാം കൂടി ഒരു പച്ചക്കുത്ത് മണമുണ്ട്, അതൊക്കെ ഒന്ന് പോട്ടെ. പോണ വരെ നന്നായിട്ട് സെറ്റ്. തീ ഒരുപാട് കൂടുതൽ വേണ്ട, ഒരു മീഡിയം ഫ്ലേവറിൽ ഇട്ടാൽ മതി കേട്ടോ. നന്നായി വഴറ്റി സെറ്റാക്കി എടുക്കുക. പിന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെയധികം കുറവാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഇത് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്, വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് നമുക്ക് വളരെ കുറവാണ്. പ്ലീസ് ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ കേര തലക്കറി ഇതേപോലെ സെറ്റായിട്ടിരിക്കണം. മസാല അത്യാവശ്യം വഴറ്റിയിട്ടുണ്ട്, അതിൻ്റെ പച്ചക്കുത്ത് മണ്ണമൊക്കെ പോയിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ അത്യാവശ്യം നല്ല ഇതിൽ വെന്തുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളി, ഞാൻ അതിലൊരു തക്കാളി ഇടണുള്ളൂ. ഓക്കെ, ആ തക്കാളി ഒന്ന് ഉടഞ്ഞ് ഒന്ന് ഇളക്കുക. അതൊന്ന് ഉടഞ്ഞ് സെറ്റായി വന്നാൽ പിന്നെ നമുക്ക് ആഡ് ചെയ്യാറാണ് പുളി, കുടംപുളി. അത് ഞാൻ ചൂടെടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായി കുടംപുളി കഴുകിയിട്ട് വേണം നിങ്ങൾ വെള്ളത്തിട്ട് വെക്കാൻ, കാരണം ഇത് എവിടെ ഇട്ട് ഉണക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അത്യാവശ്യം പൊടിയും മണ്ണൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മുടെ മക്കളൊക്കെ കഴിക്കുന്നതല്ലേ. അപ്പം നന്നായിട്ട് കഴുകി എന്നിട്ട് വേണം ചൂട് വെള്ളത്തിൽ, നല്ല തിളച്ച വെള്ളത്തിൽ 4 കഷ്ണം കുടംപുളി ഇട്ടാൽ മതി. കുറച്ച് വെള്ളം കുറവുണ്ട്, അപ്പോൾ ഞാൻ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. കുടംപുളി വെച്ചൊരു നമ്മൾ മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുടംപുളി ആക്കി വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അത് അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായി അതിൻ്റെ ആ നീരൊക്കെ ശരിക്കും കൊണ്ട് വരും. കുറച്ചുകൊണ്ട് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. തല എന്ന് പറഞ്ഞാൽ ഗംഭീര തലയുണ്ടാ, നല്ല അടിപൊളി 2-2.5 കിലോ കഷ്ടി വരും തല. ആ തലയുടെ ഒരു പോർഷനാണ് ഇപ്പം ഞാൻ വെക്കണുള്ളൂ, ഒരു പോർഷൻ ഞാൻ പിന്നെ വെച്ച് സെറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇത് കളറ് കുറവാണ്, കാരണം ഞാൻ കാശ്മീർ മുളക് കുറച്ചെടുത്തുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീർ മുളക് കുറച്ച് അധികം ഇടാം, കളറ് കൂട്ടിയെടുക്കാം. ഇനി ഇത് തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കാം. ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല,
നല്ല മുളകിട്ട മാതിരി വറ്റിച്ചെടുക്കുകയാണ്. ഒന്ന് ഇളക്കി ഇനി നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പില്ല, ഉപ്പിട്ടിട്ടില്ല. ഞാൻ യൂസ് ചെയ്യണതേ ഇന്ദുപ്പണ്ട, ഇന്ദുപ്പ്. ഇപ്പം ഇങ്ങനത്തൊക്കെ ഉപയോഗിച്ചാൽ മതി മക്കളെ. മറ്റതൊക്കെ ഭയങ്കര കംപ്ലൈൻറ്റ് പ്രശ്നങ്ങളൊക്കെയാണ്. ഇന്ദുപ്പ് ഹിമാലയൻ സോൾട്ട് വലിയ കുഴപ്പമില്ല, പിങ്ക് സോൾട്ട് അതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒരു കൊല്ലമായിട്ട് ഇപ്പോൾ ഞങ്ങൾ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടച്ചു വയ്ക്കുക, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. പാവം നല്ല ഗംഭീരമായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കേര തലക്കറി. തലയിട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഒരു എരിവും പുളിയും ഒക്കെ നോക്കി നമുക്ക് എന്താണ് കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മെയിൻ സംഭവം തല അവനെ നമുക്ക് ഇതിൽ തട്ടാം. ഓക്കെ, ഇതാണ് നമ്മുടെ തല. ഉണ്ടോ അതിൻ്റെയൊക്കെ ഒരു പീസുകൾ നോക്കിയേ, ജാതി പീസുകളോ നോക്കിയേ. ഇതാണോ ഇങ്ങനെ ഓരോന്നായിട്ട് പറക്കിയില്ല. അവന്നെ നമ്മുടെ മുതല് എന്ത് ചെയ്യണ്ട, വലിയ പീസ്, നല്ല അടിപൊളി മാംസം. അതാ നമ്മുടെ ഒരു കണ്ണ്. ഇതിങ്ങനെ പറക്കിയിടുക. കേട്ടോ, ഒരു പീസ് നോക്കിയ തലയുടെ ഒരു സൈഡാണത്, ഒരു ഭാഗത്ത് ഇറച്ചിയാണത്. അടിപൊളി. അങ്ങനെ വാരി ഇടുക. ജസ്റ്റ് ഒന്ന്, ഒരുപാട് ഇളക്കേണ്ട. തലയാണ് ഉടഞ്ഞ് പരിപ്പിളകും. ജസ്റ്റ് ഒന്ന് ഒപ്പിച്ചാൽ മതി. ഒരുപാട് ഇളക്കി മീൻകറി വെക്കണ മാതിരി ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് സംഭവം ഉടഞ്ഞു കൂട്ടാം. ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ചട്ടിയിനകത്തുണ്ടാവും. എന്നാലും നമുക്ക് ആ ഒരു ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ എല്ലാ തന്നെ സംഭവം എന്നുള്ള ലെവലിലും അറിഞ്ഞുകൊണ്ട് കഴിക്കണതിൻ്റെ രുചി വേറെ. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ഉപ്പ് നമ്മുടെ തലയല്ല ഉപ്പൊക്കെ ഒന്ന് പിടിക്കട്ടെ. എന്നിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഓക്കെ. ഇനി അതൊന്ന് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അങ്ങനെ അത് മൂടി ഇനി പറഞ്ഞ മാതിരി നമുക്കൊരു 10 മിനിറ്റ് കഷ്ടി നോക്കാം. നമ്മുടെ പിള്ളേര് ഓക്കെ, കുറച്ച് കറിവേപ്പില അതിന് പോകുന്നു. കറിവേപ്പില ഇപ്പോഴും ഇടാം. കറി തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് വെക്കാം. അതിലൊന്നും ഉറപ്പില്ല. അതൊക്കെ വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. പക്ഷെ മീൻകറിക്കും അധികം ഒരുപാട് ടേസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചോറിൻ്റെ എണ്ണം കൂട്ടും, പിന്നെ വീണ്ടും വണ്ണം വയ്ക്കും, പിന്നെ വീണ്ടും ചിന്നി കൊണ്ടുവരും. അത് മൊത്തത്തിൽ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് കറിവേപ്പില ഞാൻ മുന്നേ ഇടും. അതേമാതിരി വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നില്ല. ഇതാ നമ്മുടെ തലയുടെ ഒരു പീസ്. പൊന്നോ, നല്ല അടിപൊളി മണട്ടാ. ഇത് വെച്ചിട്ടാണ് പെടുത്താൻ പഠിക്കാൻ. ഞങ്ങൾ കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, കപ്പയും തലക്കറിയും. വാവ്, കേട്ടുകാച്ചി.